ഇന്ത്യൻ വാഹന വിപണിയിൽ പുതിയൊരു വാഹനം അവതരിപ്പിക്കുമ്പോൾ അത് ഇലക്ട്രിക് ആണോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇലക്ട്രിക് വാഹന മേഖലയിൽ കുതിപ്പുണ്ടായിട്ടുണ്ട്. രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളിൽ പലരും ഡീസൽ വാഹനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയും പെട്രോൾ, ഹൈബ്രിഡ്, CNG, ഇലക്ട്രിക് എന്നിങ്ങനെ മാറുന്നതുമാണ് നിലവിലെ ട്രെൻഡ്. റേഞ്ച് കുറവ്, ഉയർന്ന വില എന്നിവ ഇലക്ട്രിക് വാഹനങ്ങളോട് ജനങ്ങൾക്ക് അകൽച്ചയുണ്ടാക്കിയിരുന്നെങ്കിൽ ടാറ്റ ടിയാഗോ, EV, MG, കോമറ്റ്, ടാറ്റ ടിഗോർ EV തുടങ്ങിയ വാഹനങ്ങളുടെ വരവോടുകൂടി സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിലും ഇലക്ട്രിക് വാഹനം ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിലാണ് ഒരു രാജാവിന്റെ പ്രൗഢിയോടുകൂടി വിൻഫെസ്റ്റിന്റെ വരവ്. എന്തുകൊണ്ട് വിൻഫെസ്റ്റ് എന്ന് ചോദിച്ചാൽ, ലുക്കിനോടൊപ്പം തന്നെ 450 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ പറയാനുള്ളത്. അമേരിക്കയിൽ എത്തി വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ശേഷം ഇന്ത്യയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് വിൻഫെസ്റ്റ്. വിയറ്റ്നാമീസ് കാർ നിർമ്മാതാക്കളായ വിൻഫെസ്റ്റ് 2025 ഭാരത് മൊബൈൽ മൊബിലിറ്റി ഷോയിൽ തങ്ങളുടെ വാഹന നിര പ്രദർശിപ്പിച്ചിരുന്നു. VF6, VF7 എന്നീ രണ്ട് പ്രീമിയം ഇലക്ട്രിക് SUV-കൾ വൈകാതെ തന്നെ ഇന്ത്യൻ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് വിവരം. മാത്രമല്ല, അടുത്ത വർഷം VF3യും അവതരിപ്പിക്കുമെന്നാണ് വിൻഫെസ്റ്റ് ഇന്ത്യ CEO സാംസങ് ഫാങ് സാൻചൌ പറയുന്നത്. അമേരിക്കയിൽ 2023 ഡിസംബറിൽ ആണ് വിൻഫെസ്റ്റ് ആദ്യം ഡീലർഷിപ്പ് തുറന്നത്. ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ 12 പുതിയ ഡീലർഷിപ്പുകൾ രാജ്യമാകെ കമ്പനി തുറക്കുകയും ചെയ്തു. ചൈനീസ് കമ്പനികളടക്കം അമേരിക്കയിൽ സാധ്യമാകാത്ത കാര്യമാണ് വിൻഫെസ്റ്റ് നേടിയത്. VF8, VF9, VF10 എന്നിവയും VF3 മിനി SUV-യും രാജ്യത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ് കമ്പനി. VF6 ഇക്കോ പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളാണ് ഈ VF-ന് ഉണ്ടാകുക. ഡ്രൈവർ ഓറിയന്റഡ് ഡാഷ്ബോർഡ് 12.9 ഇഞ്ച് സ്ക്രീനിലാണ് ഉള്ളത്. വെന്റിലേറ്റഡ് സീറ്റുകളും റിയർ AC-യും ഉണ്ട്. 59.6 കിലോവാട്ട് ബാറ്ററി പാക്കാണ് VF-നുള്ളത്. ഇക്കോ വേരിയന്റിന് 410 കിലോമീറ്റർ റേഞ്ചും പ്ലസിന് 379 കിലോമീറ്റർ റേഞ്ചുമാണ് ഉള്ളത്. 35 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്ന വില. VF7 ഏകദേശം 450 കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുന്ന വാഹനമാണ്. VF 7.15 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിനുള്ളത്. 50 ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ വിപണിയിൽ എത്താനാണ് സാധ്യതയുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത കേവലം സാമ്പത്തിക ലാഭം മാത്രമാണോ എന്ന് വളരെ പ്രസക്തമായ ചോദ്യമാണ്. മലിനീകരണ മുക്തമായ പരിസ്ഥിതിയാണ് ഇവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സർക്കാരുകൾ ലക്ഷ്യമിടുന്നത്. അടുത്തിടെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2027ഓടുകൂടി ഇന്ത്യയിൽ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടെന്നാണ്. ഉയർന്ന തോതിലുള്ള വായു മലിനീകരണം കണക്കിലെടുത്താണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഭാവിയുടെ ഗതാഗത മാർഗം ഇലക്ട്രിക് ആണെന്നതിൽ തർക്കമില്ല. 2030ഓടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഇരുചക്ര വാഹനങ്ങളിൽ 80% ഇലക്ട്രിക് ആകണമെന്ന ലക്ഷ്യവുമായുള്ള പദ്ധതികൾ സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ വരുന്ന 5 വർഷം മുതൽ 15 വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം നിർമ്മിക്കുമെന്ന് വോൾവോ, ജാഗ്വർ, ലാൻഡ് റോവർ, ഔഡി തുടങ്ങിയ വമ്പൻ വാഹന നിർമ്മാതാക്കളും ഉറപ്പു നൽകി കഴിഞ്ഞു. പരമ്പരാഗത ഇന്ധനങ്ങളിൽ നിന്നുള്ള കാർബൺ എമിഷൻ സൃഷ്ടിക്കുന്ന മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായാണ് ലോകരാജ്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ധന വിലയും ഇലക്ട്രിക് വാഹനം സ്വീകരിക്കുന്നതിനുള്ള ഒരു കാരണമാണ്.